عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد. അപ്പോൾ നമ്മൾ അഫ്ദലുൽ ഉലമ പ്രിലിമിനറിയിൽ തഹ്ദീബുൽ അഖ്ലാഖ് അൽ ഹദീസുൽ മുഖ്താറ മിൻ തഹ്ദീബുൽ അഖ്ലാഖ് എന്നാണ് നിങ്ങളുടെ പുസ്തകത്തിന്റെ പേര്. അത് എഴുതി ആ തഹ്ദീബുൽ അഖ്ലാഖ് എന്നുള്ള കിതാബ് പൂർണ്ണമായിട്ടില്ല. അതിൽ നിന്ന് സെലക്ട് ചെയ്ത തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്താറത്തായിട്ടുള്ള ചില ഹദീസുകൾ മാത്രമാണ്. അല്ലാമ അബ്ദുൽ ഹൈ അൽ ഹസനി എന്നിവർ എഴുതിയതാണ് കിതാബ്. അപ്പൊ അതിലെ ആദ്യം തന്നെ ഏതാണ് ബാബ്? ഹുർമാത്തുൽ മുസ്ലിം അല്ലെ, മുസ്ലിങ്ങളെ ആദരിക്കൽ സംബന്ധിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നിങ്ങൾക്ക് തന്നിട്ടില്ല. പക്ഷെ കിതാബിൽ യഥാർത്ഥത്തിൽ അതല്ല ആദ്യത്തിലുള്ളത്. ബാബു ഈ തൗദീമി ഹുറുമാത്തിൽ മുസ്ലിമീൻ, അതിൽ 2 ക്ലാസ് നമ്മളിപ്പോ കഴിഞ്ഞു. ഈ 3ാമത്തെ ക്ലാസ്സിൽ 1ാമത്തെ പാഠം തീർക്കാൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ പുസ്തകത്തിൽ 8ാമത്തെ ഹദീസ്, പ്രസ്തുത ഹദീസ് വന്നിരിക്കുന്നത് സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഈമാൻ ബാബു ലാ തർജിഉ ബഅദി കുഫാറ യദ്രിബു ബഅദുകും റിഖാബ ബഅദ്. ലാ തർജിഉ, നിങ്ങൾ മടങ്ങരുത്, ബഅദി, എനിക്ക് ശേഷം. എനിക്ക് ശേഷം പറഞ്ഞാൽ എന്റെ കാലശേഷം. കുഫാറ, കുഫാറുകളായി മടങ്ങരുത്, നിഷേധികളായി ധിക്കാരികളായി മടങ്ങരുത്. യദ്രിബു ബഅദുകും റിഖാബ ബഅദ്, നിങ്ങളിൽ ചിലർ ചിലരുടെ പിരടി വെട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരസ്പരം കൊല്ലരുത് എന്നർത്ഥം. മുസ്ലിങ്ങൾ പരസ്പരം കൊല്ലരുത്, ആരെയും വധിക്കാൻ പാടില്ല, അന്യായമായിട്ട് ആരെയും വധിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ട സംഗതിയാണ് അല്ലെ, ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം. പിന്നെ യുദ്ധാവസരങ്ങളിൽ ഇസ്ലാമിക ഭരണകൂടം പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹദ് എന്ന നിലയിൽ വധശിക്ഷ ഏർപ്പെടുത്തുമ്പോൾ ഒക്കെ മാത്രമാണ് വധം അനുവദനീയമായിട്ടുള്ളത് അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫി ഹജ്ജത്തുൽ വദാഇ, വിടവാങ്ങൽ ഹജ്ജ് സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹജ്ജാണ് ചെയ്തത്. അത് തന്നെയാണ് ഏത് ഹജ്ജത്തുൽ വദാ, അവസാനത്തെ ഹജ്ജും അത് തന്നെ, ആദ്യത്തെ ഹജ്ജും അത് തന്നെ അല്ലേ. വൈഹക്കും ഔ ഖാല വൈലക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈഹക്കും അല്ലെങ്കിൽ വൈലക്കും എന്നാണ് പറഞ്ഞത്. ഒരു അസംതൃപ്തിയുടെ വാക്കാണത്. നിങ്ങൾക്ക് നാശം എന്നാണ് അതിന്റെ അർത്ഥം. ആശയം ലാ തർജിഉ ബഅദി കുഫാറ യദ്രിബു ബഅദുകും റിഖാബ ബഅദ്, നിങ്ങൾ എന്റെ കാലശേഷം നിഷേധികളായി തീരരുത്, നിഷേധികളായി മടങ്ങരുത്. അങ്ങനെ അതായത് ഒരു മുസ്ലിമിന്റെ മുഅ്മിനിന്റെ സത്യവിശ്വാസിയുടെ സ്വഭാവമല്ല പരസ്പരം ഷണ്ട കൂടുക, പരസ്പരം പോരടിക്കുക എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടല്ലേ ലാ തർജിഉ ബഅദി കുഫാറ എന്ന് പറഞ്ഞു അല്ലെ. എന്റെ കാലശേഷം നിങ്ങൾ എന്ത് ചെയ്യരുത്? സത്യനിഷേധികളായി മാറരുത് എന്ന് പറഞ്ഞിട്ട് യദ്രിബു ബഅദുകും റിഖാബ ബഅദ്, നിങ്ങളിൽ ചിലർ ചിലരുടെ പിരടികളെ വെട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ വധം, പരസ്പരം വധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് പോരടിച്ചുകൊണ്ട് എന്നതാണ്. അടുത്തത് ഹദീസ് നമ്പർ 9, സ്വഹീഹ് മുസ്ലിമിലെ കിതാബുൽ ഈമാൻ ബാബ് ബയാൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. അതാണ് ബാബിന്റെ പേര്. സ്വഹീഹ് മുസ്ലിമിലെ ബാബിന്റെ പേര് ഇതാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ ബ്രാക്കറ്റിൽ ഹദീസിന്റെ ബ്രാക്കറ്റിൽ സ്വഹീഹ് മുസ്ലിം എന്നേ കാണുള്ളൂ, മുസ്ലിം എന്നേ കാണുള്ളൂ. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അപ്പൊ ആ ലിങ്കിൽ പോയാൽ അതിന്റെ ഫുൾ സനദ് കിട്ടും കേട്ടോ. ഇവിടെ സനദ് ഫുള്ള് പറയുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. സിബാബുൽ മുസ്ലിമി, ഒരു മുസ്ലിമിനെ ചീത്ത പറയൽ. സിബാബ് സബ്ബ, ചീത്ത പറഞ്ഞു. എത്രയധികം സ്ഥലം സബ്ബ, ചീത്ത പറഞ്ഞു, അബ്യൂസ്ഡ്. ഫുസൂഖുൻ, അത് ഫിസ്ഖ്, ഫുസൂഖ് അധർമ്മമാണ്. വഖിതാലുഹു, അവനെ വധിക്കൽ, ഒരു മുസ്ലിമിനെ വധിക്കൽ, കുഫ്റുൻ, നിഷേധമാണ്. നേരത്തെ പറഞ്ഞതും നിഷേധമാണെന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. അവിടെ എന്താണ്
ലാ തർജിഉ ബഅദി കുഫാറ എന്ന് പറഞ്ഞിട്ടാണ് യദ്രി ബഅദുക്കും റിഖാബ ബഅദ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഈമാൻ ബാബു വഈദി മൻ യഖ്തഅ ഹഖ മുസ്ലിമിൻ ബിയമീനിൻ ഫാജിറത്തിൻ ബിന്നാർ. ബാബ് വഈദ്, വഈദ് എന്ന് പറഞ്ഞാല് മുന്നറിയിപ്പ്, വാണി. വഈദ് കരാറിനൊക്കെ അർത്ഥമുണ്ട്. മൻ ഒരുത്തനെ സംബന്ധിച്ച് യഖ്തഅ അവൻ ലംഘിച്ചു, അവൻ എന്ത് ചെയ്തു, കുറവ് വരുത്തി, കട്ട് ചെയ്തു, ഇല്ലായ്മ ചെയ്തു. എന്ത്? ഹഖ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ അവകാശത്തെ, ഒരു മുസ്ലിമിന്റെ അവകാശത്തെ. ഇങ്ങനെ ബിയമീനിൻ ഫാജിറത്തിൻ, കള്ളസത്യം മൂലം, കള്ളസത്യം ചെയ്തിട്ടേ, കള്ളപ്രതിജ്ഞ ചെയ്തിട്ട് അവൻ എന്ത് ചെയ്തു, മറ്റൊരാൾക്കെതിരിൽ കള്ളപ്രതിജ്ഞ ചെയ്തിട്ട് അവൻ മറ്റേ ആൾക്ക് ഉള്ളൊരു ആനുകൂല്യം ഇല്ലാതാക്കി. കോടതിയിലാക്കാട്ടെ കേസ് വരുമ്പോ കള്ളസത്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, കള്ളസാക്ഷ്യം ഒക്കെ പറഞ്ഞിട്ടേ, ഈ പ്രതിജ്ഞ ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മറ്റേ ആളുടെ അവകാശം ഇല്ലാതാക്കി. അപ്പൊ അയാൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു, ഇയാൾക്ക് ഈ മറ്റേ സഹോദരന് എതിരായിട്ട് വിധി വന്നു, അയാൾക്ക് കിട്ടേണ്ട ആനുകൂല്യം നഷ്ടപ്പെടുത്തി. എങ്കിൽ ഭിന്ന അവൻ എന്താണ് വായത്? വഈദുൻ ഭിന്ന, നരകം കൊണ്ടുള്ള മുന്നറിയിപ്പാണ്. അവൻ നരകമാണ് എന്നർത്ഥം. അപ്പൊ അതിന്റെ ഹദീസ് അൻ അബി ഉമാമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഇഖ്തതഅ ഹഖ ഇംറിഇൻ മുസ്ലിമിൻ ബിയമീനിഹി ഫഖദ് ഔജബല്ലാഹു ലഹു അന്നാറ وحرم عليه الجنة. فقال له رجل وإن كان شيئا يسيرا يا رسول الله؟ قال وإن قضيبا من أراك. أبو أمامة رضي الله عنه report أن رسول الله صلى الله عليه وسلم سيم رسول الله صلى الله عليه وسلم قال رسول صلى الله عليه وسلم പറഞ്ഞു من يقتطع حق امرئ مسلم, ആരൊരുത്തൻ ഒരു മുസ്ലിമായ മനുഷ്യന്റെ അവകാശത്തെ നിഷേധിക്കുന്നുവോ, അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്നുവോ, അവകാശത്തെ കട്ട് ചെയ്യുന്നുവോ, ബിയമീനിഹി അവന്റെ പ്രതിജ്ഞ മൂലം, അയാള് അല്ലാഹി അല്ലാഹി എന്ന് പറഞ്ഞിട്ട് പറയണം, എന്ത് മറ്റേക്കതില്ല, അറിഞ്ഞുകൊണ്ട് കള്ളം പറയണം, എന്ത് അയാളുടെ ആനുകൂല്യം തടയാൻ വേണ്ടിയിട്ട്, അയാളുടെ അവകാശം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഫഖദ് ഔജബല്ലാഹു അവൻ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു, ലഹു ഫഖദ് ഔജബല്ലാഹു നിശ്ചയം അവന്, നിശ്ചയം അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു, ലഹു അവന്, അന്നാറ നരകത്തെ, വഹറമ അലൈഹി അള്ളാഹു അവന് നിരോധിച്ചിരിക്കുന്നു, എന്ത് അൽ ജന്ന സ്വർഗത്തെ, സ്വർഗത്തെ അള്ളാഹു അവന് നിരോധിക്കുകയും നരകത്തെ അള്ളാഹു അവന് നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നർത്ഥം. ഫഖാല ലഹു റജുലുൻ, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പറഞ്ഞു, ഫഖാല അപ്പോൾ പറഞ്ഞു, ലഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആര്, റജുലുൻ ഒരാൾ പറഞ്ഞു. ഇത് കേട്ടപ്പോ ഇങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ അവകാശത്തെ ഹനിക്കുന്ന വിധം ഒരാൾ സാക്ഷി പറയുകയോ എന്തെങ്കിലും ചെയ്തു, ഒരു പ്രതിജ്ഞ ചെയ്യുകയോ ചെയ്തു, അങ്ങനെ അയാൾ കാരണം ഇയാൾക്കുള്ള ആനുകൂല്യം, അർഹമായ ആനുകൂല്യം നഷ്ടപ്പെടുത്തി, അയാളുടെ അവകാശം നഷ്ടപ്പെടുത്തി, എങ്കിൽ അയാൾക്ക് അള്ളാഹു നരകം നിർബന്ധമാക്കുന്നതും സ്വർഗം ഹറാമാക്കുന്നതുമാകുന്നു. പറഞ്ഞാൽ അയാൾ നരകത്തിൽ പ്രവേശിക്കുമെന്നർത്ഥം അല്ലേ. അപ്പൊ ഒരാൾ ചോദിച്ചു, ഒരു സഹാബി നബിയോട് ചോദിച്ചു, വൈങ്കാന ഷൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, അത് വളരെ സില്ലി ആയിട്ടുള്ള, യസീർ സിമ്പിൾ ലഘുവായിട്ടുള്ള ലളിതമായ ഒരു കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണോ അല്ലാഹുവിന്റെ റസൂല് എന്ന് പറഞ്ഞാല്, അയാൾക്ക് അവകാശം നിഷേധിക്കപ്പെട്ട ചെറിയൊരു കാര്യം, വലിയ സംഭവം എന്നല്ല, ഒരു ചെറിയ മുതല്, ഒരു ചെറിയ സമ്പത്ത്, ഒരു ചെറിയ ഒരു കാര്യം, സില്ലി ആയിട്ടുള്ള സംഭവം, ഒരു സംഗതിയാണ് അയാൾക്ക് നഷ്ടപ്പെട്ടത് അതുമൂലം മറ്റേ ആൾക്ക്. എന്നിരുന്നാലും ഈ നഷ്ടപ്പെടുത്തിയ ആൾക്ക് ഇങ്ങനെ ഉള്ള കുറ്റമുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞ എന്താ അറിയാം, പാല വഇൻ ഖളീബ മിൻ അറാഖ്, ഒരു അറാഖിന്റെ കഷ്ണമാണെങ്കിൽ, അറാഖ് എന്ന് പറഞ്ഞ പല്ലുതേക്കാനൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ലേ സൗദിയിലൊക്കെ, അറാഖിന്റെ ഒരു കഷ്ണമാണ് അയാൾക്ക് അവകാശം നിഷേധിച്ചെങ്കിലും, അയാൾക്ക് കിട്ടേണ്ട ഒരു അറാഖിന്റെ കഷ്ണമാണ് നഷ്ടപ്പെടുത്തിയതെങ്കിലും ഇതേ വിധി തന്നെയാണ് എന്നർത്ഥം. അപ്പൊ എത്ര നിസ്സാരമാണെങ്കിലും അത് ഗൗരവമുള്ള വിഷയമാണ് എന്നർത്ഥം. അടുത്തത് ഹദീസ് നമ്പർ 11, സഹീഹ് മുസ്ലിം കിതാബുൽ ബിർരി വസ്വലത്തി വൽ ആദാബ്. എന്താണ് ബിർറ് എന്ന് പറഞ്ഞാൽ? ഗുണം ചെയ്യും അല്ലെ.
അസ്വില സ്വില കുടുംബം ചേർക്കൽ. അതെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് കുടുംബബന്ധം ചേർക്കൽ. സില ചേർക്കാന്ന് അർത്ഥമുള്ളൂ. ഇവിടെ സിലത്തുർ റഹ്മാണ് ഉദ്ദേശിക്കുന്നത്. സിലത്തുർ റഹിം എന്താണ്? കുടുംബബന്ധം ചേർക്കൽ. അതേപോലെ വൽ ആദാബ് അദബുകൾ മര്യാദകൾ കുടുംബബന്ധം ചേർക്കൽ ഗുണം ചെയ്യൽ. ഇത് സംബന്ധിച്ച് പറയുന്ന കിതാബ്. ഇതിൽ ബാബു അന്നഹി അനിൽ ഇഷാറത്തി ബിസ്സിലാഹി ഇലാ മുസ്ലിം. എന്ത് സംബന്ധിച്ച ബാബ? അന്നഹി നിരോധനം, അനിൽ ഇഷാറ ചൂണ്ടൽ ഇഷാറത്ത് ചൂണ്ടൽ സൂചന നൽകൽ, ബിസ്സിലാഹി ആയുധം കൊണ്ട്, ഇലാ മുസ്ലിം ഒരു മുസ്ലിമിന്റെ നേരെ തമാശയായിട്ട് പോലും ഒരു ആയുധം ചൂണ്ടാൻ പാടില്ല എന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇത് സംബന്ധിച്ച് പറയുന്ന ഹദീസ്. ഇവിടെ സ്വഹീഹ് മുസ്ലിം എന്നോ ബാബ് കിതാബ് അങ്ങനെയൊന്നും നിങ്ങളുടെ കിതാബിൽ ഉണ്ടാവില്ല. ഹദീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബ്രാക്കറ്റിൽ മുസ്ലിം അല്ലെ അബൂദാവൂദ് ഏത് ഹദീസ് കിതാബിലാ വന്നത് എന്നുണ്ടാവും. ഇവിടെ നമ്മള് സ്വഹീഹ് മുസ്ലിമിൽ അത് എവിടെ വന്നു എന്നുള്ള കാണിക്കാനാണ് കിതാബ്. സ്വഹീഹ് മുസ്ലിം ആണെങ്കിൽ നിരവധി കിതാബുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിനെ പിന്നെ വീണ്ടും ബാബുകളായി വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് കിതാബിൽ ഏത് ബാബിൽ എന്ന് കൊടുത്തിരിക്കുകയാണ് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ വിശദീകരണമൊക്കെ എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വേണമെങ്കിൽ സ്വഹീഹ് മുസ്ലിമിൽ ഇന്ന കിതാബിൽ ഇന്ന ബാബിൽ വന്നതാണ് ഈ ഹദീസ് എന്നൊക്കെ എഴുതാം. ശരി, അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് എഴുതാം. നല്ലതാ കേട്ടോ. ഹദ്ദസനി അംറു അന്നാഖിദ് എന്ന് തുടങ്ങിയിട്ട് ഹദീസ് കാണാം. അതില് സമിഅതു അബൂ ഹുറൈറ യഖൂലു ഖാല അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഉസ്താദിൽ എങ്ങനെയാണ്? അൻ അബീ ഹുറൈറ അല്ലേ? ആണോ? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ? അപ്പൊ ഇതിന്റെ മുമ്പ് സനദുണ്ട്. അതിന് മുമ്പുള്ള അബൂ ഹുറൈറയിൽ നിന്ന് ഇന്നയാൾ ഇബ്നു സീരിൻ എന്നിവർ കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് അയ്യൂബ് എന്നിവർ കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് സുഫിയാൻ ഇബ്നു ഉയൈന, അദ്ദേഹത്തിൽ നിന്ന് അംർ എന്നിവർ കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് ഇബ്നു അബീ ഉമർ കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് അംറു നാഖിദ് കേട്ടു. അദ്ദേഹത്തിൽ നിന്നാണ് ആർക്ക്? ഇമാം മുസ്ലിം അവർക്ക് ഹദീസ് കിട്ടുന്നത്. ശരി, അതാണ് ഫുൾ സനദ് അറിയാൻ വേണ്ടി ജസ്റ്റ് കൊടുത്തതാണ്. അപ്പൊ നിങ്ങള് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതിയാൽ മതി, പഠിച്ചാൽ മതി. എന്ത്? അൻ അബീ ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹദീസിന്റെ സ്ട്രക്ചർ അങ്ങനെ ആക്കി മാറ്റാണ്. എന്ത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഇബ്നു സീരിൻ കേട്ടു എന്നാണ്. അപ്പൊ ഇബ്നു സീരിനെ ഒക്കെ ഒഴിവാക്കിയിട്ട് മൊത്തം ബാക്കിയുള്ള സ്ഥലത്തിലുള്ളവരൊക്കെ ഒഴിവാക്കിയിട്ട് പറയുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്ത്? യഖൂലു എന്നുള്ള കാലായി അല്ലേ? അൻ അബീ ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അബുൽ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കൊടുത്തിരിക്കുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞത്താണ് എന്ത്? അബുൽ ഖാസിം. ഖാസിം എന്നവരുടെ ഉപ്പാന്റെ അർത്ഥം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകന്റെ പേരാണ് ഖാസിം. മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ യദഅഹ വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഹത്താന്ന് കഴിഞ്ഞിട്ട് യദഅഹ എന്നുള്ള വാക്ക് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതായത് ഹദീസ് കളക്ഷൻ ലിങ്കിൽ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, നിങ്ങളെ ബുക്കിലുണ്ട്. ഓക്കെ. മൻ അശാറ ഇലാ അഖീഹി, ആരൊരുത്തൻ അവന്റെ സഹോദരനിലേക്ക് ചൂണ്ടിയോ ബി ഹദീദത്തിൽ, എന്തുകൊണ്ട്? ഒരു ഇരുമ്പ് കൊണ്ട്, ഒരു ആയുധം കൊണ്ട്, ഒരു കത്തി, ഒരു ബ്ലേഡ്, അല്ലെങ്കിൽ ഒരു പിച്ചാത്തി, വെട്ടുകത്തിയ, ഒരു കമ്പി, പാര, ഇതുകൊണ്ടൊക്കെ എന്തുണ്ടെങ്കിലും ഒന്നിങ്ങനെ ചൂണ്ടുന്നത് അതുപോലും പാടില്ല. മനസ്സിലായില്ലേ? അത് അയാളെ കൊല്ലാനോ വെട്ടാനോ കുത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല, തമാശക്കാണെങ്കിൽ പോലും ചെയ്യരുത്. മനസ്സിലായില്ലേ? തമാശക്ക് കളിക്കാനുള്ള അല്ല ആയുധങ്ങൾ. മനസ്സിലായില്ലേ? അതാണ്. അപ്പോ മൻ അശാറ ഇലാ അഖീഹി ബി ഹദീദത്തിൻ, ആരെടുത്തും തന്നെ സഹോദരന്റെ നേർക്ക് ഒരു ഇരുമ്പ് കൊണ്ട് അല്ലെങ്കിൽ ആയുധം കൊണ്ട്, ആയുധം എന്ന ആശയത്തിൽ ഉപയോഗിക്കും, ആയുധം കൊണ്ട് ചൂണ്ടിയോ ഫഇന്നൽ മലായികത, നിശ്ചയം മലക്കുകൾ, തൽഅനുഹു അവൻ ശപിക്കുന്നതാണ്, ഹത്താ യദഅഹ അവൻ അത് ഉപേക്ഷിക്കുന്നത്. ഇത് ഈ ആയുധം ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന അത്രയും സമയം മലക്കുകൾ ഈ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന ആളെ ശപിക്കുന്നതാണ്. ശരി, അവൻ അത് ഉപേക്ഷിക്കുന്നത് വരെ നഷ്ടം. വഇൻകാന അഹാഹു, അത് അവന്റെ സഹോദരനാണെങ്കിലും ലി അബീഹി വഉമ്മിഹി, അവന്റെ ഉമ്മക്കും ഉപ്പക്കും പിറന്ന, എന്നാൽ സ്വന്തം സഹോദരനെയാണ് ചെയ്യുന്നെങ്കിലും തമാശയായിട്ടാണെങ്കിലും അപ്പൊ കളിക്കുമ്പോ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കളിയൊന്നും അനുവദനീയം അല്ല. അപ്പൊ കുട്ടികൾ ചെയ്യാന്നുണ്ടെങ്കിൽ വലിയൊരു പറഞ്ഞു കൊടുക്കണം, അങ്ങനെ കളിക്കാൻ പാടില്ല. ശരിയല്ലേ? തമാശക്കുള്ള കളി, അങ്ങനത്തെ കളികളൊന്നും പറ്റില്ല, പാടില്ല.
ചിലപ്പോൾ വലിയവരും കുറച്ച് ചെറുപ്പക്കാരൊക്കെ അങ്ങനെ ചെയ്യും. ചിലപ്പോൾ അത് കാര്യത്തിലാവാറുണ്ട്. തമാശക്ക് കളിച്ചിട്ട് ചിലപ്പം അബദ്ധത്തിൽ ചിലപ്പോൾ പറ്റും ചെയ്യും. മനസ്സിലായി? ഹദീസ് നമ്പർ 12. ഇനിയുള്ള ഹദീസുകൾ കൊടുത്തിരിക്കുന്നത് സുനൻ അബീ ദാവൂദിലാണ്. അവസാനത്തെ ഒരു ഹദീസ് സുനൻ തിർമിദിയിൽ നിന്നുണ്ട്. കിതാബുൽ അദബ് ബാബു ഫിൽ ഗീബ. ഗീബത്ത് പറയാം. എന്താണ്? ബാക്ക് ബൈറ്റിംഗ്, പരദൂഷണം പറയാം. ഒരാളിലുള്ള കുറ്റം അയാൾ ഇല്ലാത്ത സന്ദർഭത്തിൽ അയാളുടെ പ്രസൻസിൽ അല്ലാതെ പറയുന്നതിനാണ് എന്ത് പറയാ? ഗീബത്ത് പറയാ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരാളിൽ ഉള്ള കുറ്റം അയാളുള്ളത് തന്നെയാണ്, അയാളുടെ ന്യൂനതയാണ്, അത് മറ്റുള്ളവരോട് അയാളില്ലാത്ത സന്ദർഭത്തിൽ അയാളെ ഇകഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് പറയാന്നുള്ള ഒരു സംഭവത്തിനെയാണ് അതിനെന്ത് പറയുന്നത്? ഗീബത്ത് പറയാന്ന് പറയുന്നത്. അതാണ് ബാക്ക് ബൈറ്റിംഗ് അൽ ഗീബ. عن سعيد بن زيد عن النبي صلى الله عليه وسلم قال إن من أربى الربا الاستطالة في عرض المسلم بغير حق. إن من أربى الربا, പലിശയിൽ ഏറ്റവും കൂടിയ പലിശയാണ്. പലിശയിൽ റിബ പലിശ, റിബ പലിശ, ഈശ്വരി പലിശയിൽ ഏറ്റവും കൂടിയ പലിശയാണ് എന്ത്? അൽ ഇസ്തിത്വാലത്ത. എന്താ ഇസ്തിത്വാല എന്ന് പറഞ്ഞാൽ? നീട്ടിപ്പരത്തി പറയാം. തൊവീല് എന്താണ്? നീളമെന്നാണ്. ത്വാല നീണ്ടു അല്ലേ? ഇസ്തിത്വാല നീട്ടിപ്പരത്തി പറയാം. ഇങ്ങനെ ഫി ഉർളിൽ മുസ്ലിം. എന്താ നീട്ടിപ്പരത്തി പറയണേ? അയാള് ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന വിധം, ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായിട്ട്. ചിലപ്പോ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ഒരു സമൂഹത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു നേതാവിനെ കുറിച്ചുള്ള ഒരു നേതാവ് പറഞ്ഞ ആശയം അത് തെറ്റാണെങ്കിൽ അത് സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് അയാളെ ഇകഴ്ത്താൻ നിയതം ഉണ്ടാകാൻ പാടില്ല. എന്നാലും ഈ വ്യക്തിയെ ഇകഴ്ത്താനുള്ള നിയത്തുണ്ടെങ്കിൽ പറയുന്ന ആൾ കുറ്റക്കാരൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടെങ്കിൽ പോലും അയാളുടെ തെറ്റ് സമൂഹത്തിന് ബോധ്യപ്പെടുത്താനാണ് ഉള്ള നിയത്തിൽ മാത്രമേ പാടുള്ളൂ. അതോടൊപ്പം ഇയാളുടെ ഉള്ളിൽ വരികയാണ് എന്ത്? ആ പണ്ഡിതനെ ഇകഴ്ത്തൽ കൂടി അയാളുടെ ഉദ്ദേശം അയാളുടെ മനസ്സിൽ വരികയാണ്. ഞാൻ ജയിച്ചല്ലോ എന്നുള്ള ചിന്താഗതിയിൽ അയാളുടെ മനസ്സിൽ ഈ പണ്ഡിതനെതിരില് അല്ലെങ്കിൽ നേതാവിനെതിരില് ഇകഴ്ത്തൽ അയാളുടെ മനസ്സിൽ വരുന്നു എങ്കിൽ വ്യക്തിപരമായിട്ട് അങ്ങനെ വന്നാൽ എന്താണ്? അപ്പൊ ഹറാമാവും, കുറ്റകരമാവും കേട്ടോ. അപ്പൊ അന്യായമായിട്ട് എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോ ചില ഘട്ടങ്ങളിൽ അഭിമാനക്ഷതം സംഭവിച്ചേക്കാം. എന്ത്? ഒരാളെ പ്രശ്നങ്ങൾ ചിലപ്പോൾ സമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടി വരും. അയാളുടെ ന്യൂനത ചിലപ്പോൾ അവതരിപ്പിക്കാൻ ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. അയാളിൽ ജനങ്ങള് അയാളുടെ തെറ്റായ നടപടികളിൽ ജനങ്ങൾ വീഴുന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അയാളെ വഞ്ചനയിൽ ജനങ്ങൾ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ട സാഹചര്യം ഉണ്ടാവാം. അത് ന്യായമാണ്. അന്യായമായിട്ട് വെറുതെ ഒരാൾ ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വിധം നീട്ടിപ്പരത്തി പറയാം. എന്ത്? അതിലുള്ളതും ഇല്ലാത്തതും കുറച്ച് കൂട്ടിയും ഒക്കെ എന്താ ഇങ്ങനെ പറഞ്ഞ് വാചാടിച്ചിരിക്കുക. അത് എന്താണ്? അതാണ് പലിശയുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പലിശ എന്ന് പറയാം. ഹദീസ് നമ്പർ 13. സുനൻ അബീ ദാവൂദ് കിതാബുൽ അദബ് ബാബു ഫിൽ ഗീബത്ത്. അത് സംബന്ധിച്ച് പറയുന്നവർ തന്നെയാണ് ഈ ഹദീസ്. അൻ അനസ് ബിൻ മാലിക് ഖാല. അത് വായിക്കാൻ കഴിയുന്നുണ്ടോ? പിന്നീട് ഒറ്റയ്ക്ക് വായിക്കാൻ കഴിയണം കേട്ടോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഉരിജ ബി മറർതു ബിഖൗമിൻ ലഹും അൾഫാറും മിൻ നുഹാസിൻ യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും ഫഖുൽതു മൻ ഹഉലാഇ യാ ജിബ്രീൽ. നിങ്ങൾക്ക് തന്ന ടെക്സ്റ്റിൽ മൻ ഹഉലാഇ യാ ജിബ്രീൽ നിന്റെ ടെക്സ്റ്റിൽ അതുവരെ ഉള്ളൂ. അത് കഴിഞ്ഞുള്ളത് പ്രിന്റിംഗ് വിട്ടുപോയതായിരിക്കും. അത് വേറൊരു ഗേറ്റ് ഉണ്ടല്ലോ അതിനകത്തതുണ്ട്. അപ്പൊ അത് വിട്ടുപോയതാണ് കേട്ടോ. മാത്രമല്ല അവിടെ ഈ ലിങ്കിൽ കൊടുത്തിട്ടും ഇത് ഫുള്ളുണ്ട്. ഖാല. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഹഉലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസി വയഖഊന ഫീ അഗ്റാദിഹിം. എന്താണ്? അനസ് ഇബ്നു മാലിക് എന്നവർ റിപ്പോർട്ട് ചെയ്യാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമ്മാ ഉരിജ ബി, ഞാൻ മിഅ്റാജ് പോയപ്പോൾ, എന്നെ മിഅ്റാജിന് കൊണ്ടുപോകപ്പെട്ടപ്പോൾ, മനസ്സിലായില്ലേ? അള്ളാഹു എന്നെ മിഅ്റാജിന് കൊണ്ടുപോയപ്പോൾ എന്താണ് സംഭവിച്ചത്? മറർത്തു ബിഖൗമിൻ, ഞാൻ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നുപോയി. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഅ്ജിസത്തായിട്ട് പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവിപ്പിച്ച ചില കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ?
ലഹും ആ സമൂഹത്തിനുണ്ട് അൽഫാറുൻ നഖങ്ങളുണ്ട്. ദുഫുറുൻ അൽഫാർ, അൽഫാർ നഖങ്ങൾ. മിൻ നുഹാസിൻ, നുഹാസ് കോപ്പർ, ചെമ്പ്, ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളാണ്. എന്താണ്? ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളുള്ള ഒരു സമൂഹം, ഒരു കൂട്ടം ആൾക്കാർ. യഹ്മിഷൂന, അവർ മാന്തി പിളർത്തുന്നു. എന്താണ്? അവർ പൂച്ച മാന്തി പിളർത്തുന്നു. വുജൂഹഹും, അവരുടെ മുഖങ്ങളെ. വജുഹൻ ജമ്മ് വുജൂഹ്, വുജൂഹഹും അവരുടെ മുഖങ്ങളെ. വസുദൂറഹും, സുദൂറൻ ജമ്മ് സുദൂർ, അല്ലേ? സുദൂറും ബഹുവചനം സുദൂർ. വസുദൂറഹും, അവരുടെ മാറിടങ്ങളെയും അവർ മാന്തി പിളർത്തുന്നു. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഓ ജിബ്രീൽ ഇക്കൂട്ടർ ആരാണ്? ഖാല, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഹൗലാഇ ഇക്കൂട്ടർ, അല്ലദീന ഒരു കൂട്ടരാണ്, യഅകുലൂന അവർ തിന്നുന്നു, അവർ ഭുജിക്കുന്നു, ലുഹൂമൻ നാസി ജനങ്ങളുടെ ഇറച്ചികളെ, മാംസങ്ങളെ. ഇറച്ചി, മാംസം. ലഹമുൻ ജമ്മ് ലഹമുൻ ജമ്മ് ലുഹൂം. എന്താണ്? ലഹമുൻ ജമ്മ് ലുഹൂം. മാംസങ്ങൾ, ഇറച്ചികൾ എന്നൊന്നും മലയാളത്തിൽ എഴുതരുത്. മലയാളത്തിൽ സാധാരണ മാംസം അല്ലെങ്കിൽ ഇറച്ചി മതി, ബഹുവചന രൂപം പ്രത്യേകം വേണ്ട. ശരി. പക്ഷെ അറബിയിൽ എഴുതുമ്പോൾ ലുഹൂം തന്നെ വേണം. ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നവരാണ്, ഭുജിക്കുന്നവരാണ്. അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന ആളുകളും ആണവർ. ഇപ്പൊ ജനങ്ങളുടെ മാംസം ഭുജിക്കുന്ന എന്താ? മനുഷ്യന്മാരെ തിന്നുന്ന ആൾക്കാരാ? എന്താ? എന്താണ്? അപമാനിക്കേ? അവിടെ പറഞ്ഞില്ല വേറെ. അഭിമാനത്തിന് ക്ഷത പിന്നെ വരുത്തുന്ന നേരത്തെ പറഞ്ഞില്ലേ? ഇവിടെ പിന്നീട് പറഞ്ഞില്ലേ? ഖുർആൻ പറഞ്ഞേ ഗീബത്തിനെ കുറിച്ച്. എന്താണ്? അയ്യുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ഒരുത്തനെ ഇഷ്ടപ്പെടുന്നുവോ? അയ്യഅകുല, അവൻ ഭക്ഷിക്കണമെന്ന്, ഭക്ഷിക്കുന്നത്, ലഹ്മ അഖീഹി, അവന്റെ സഹോദരന്റെ മാംസം, മൈത്ത, ശവമായ അവസ്ഥയിൽ, മയ്യത്തായ അവസ്ഥയിൽ. അപ്പൊ എന്താ ജനങ്ങളെ മാംസം ഭക്ഷിക്കാറുള്ള അർത്ഥം എന്താ? ഗീബത്ത് പറയാന്ന്. അതാണ് കുറ്റം പറയാന്ന്. കുറ്റം മറ്റുള്ളവരോട് പറയാം. ഒരാളുടെ കുറ്റം അയാളോട് അത് തിരുത്താൻ വേണ്ടിയിട്ട് പറയാം, രഹസ്യമായിട്ട്. അതാണ് ശരിയായ രീതി. നേരെ മറിച്ച് ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പോയി പറയാം, അല്ലെങ്കിൽ മറ്റു ജനങ്ങളുടെ മുമ്പിൽ പറയാം, അയാളെ വഷളത്തരത്തിലാക്കണം എന്ന് വിചാരിച്ചിട്ട് പറയാം. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നവരാന്ന് പറഞ്ഞാൽ, അല്ലാതെ നരഭോജ. ഇപ്പൊ ഇവിടെ മിഅ്റാജിന്റെ സമയത്താണ് ഇത് സംഭവിച്ചത്. മിഅ്റാജിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് അൽ കിതാബ് ഗ്രൂപ്പിൽ ക്ലാസ് എടുത്തു അല്ലേ, വിശദമായിട്ട്. മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് പലതവണ സംഭവിച്ചെന്നും, ഇസ്രാ മാത്രമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നും, ഇസ്രാ മിഅ്റാജും കൂടിയായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നും എന്നൊക്കെ പഠിച്ചു അല്ലേ. ഇസ്രാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജസദോടുകൂടി, റൂഹോടുകൂടിയാണെന്നാണ് മിക്ക പണ്ഡിതന്മാരും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇസ്രാ ജസദോടും റൂഹോടും ശരീരത്തോടും ആത്മാവോടും കൂടിയാണെന്നും, എന്നാൽ മിഅ്റാജ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്കും അതിനപ്പുറമൊക്കെ പോയ സംഭവം, അത് ഒരു സ്വപ്നം ആയിരുന്നു, മനാമായിരുന്നു എന്നത് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ എങ്കിലും ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതും ജസദോടുകൂടി, ജസദും റൂഹും കൂടി ഉൾപ്പെട്ട സംഭവം തന്നെയായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അതൊരു പ്രത്യേക മുഅ്ജിസത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറയുമ്പോൾ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് പറയുന്നു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രി കൊണ്ട് എന്റെ ദാസനെ രാപ്രയാണം ചെയ്യിച്ച അള്ളാഹു, അവനാണ് പരിശുദ്ധൻ എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഇസ്രാ മാത്രമാണ് പരാമർശിച്ചത് എന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ആകാശലേഖത്തോട്ട് പോയ കാര്യം അവിടെ പറയുന്നില്ല, ഹദീസുകളിൽ നിന്നാണ് നമുക്ക് വ്യക്തമാവുന്നത്. പക്ഷെ അത് മറിച്ചും പല അഭിപ്രായങ്ങളുണ്ട്, അത് നമ്മൾ വിശദമായിട്ട് അന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതാവട്ടെ, അപ്പം അങ്ങനെ സ്വപ്നമാണെങ്കിൽ ഇത് എന്താവും? ഈ കണ്ടതൊക്കെ ഒരു സ്വപ്നമായി, സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കണ്ടു എന്നുള്ളതാണ്. സ്വപ്നമല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ തന്നെ ശരീരത്തോടു കൂടി തന്നെ സംഭവിച്ചു. അമ്പിയാക്കൾക്കുള്ള സ്വപ്നമാണെങ്കിലും അതെന്താണ്? ദീനിൽ തെളിവാണ്, വഹയിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ നമ്മൾ സ്വപ്നം കാണും പോലെയല്ല നബിമാർ സ്വപ്നം കാണുന്നത്.
ഇനി അപ്പോൾ സ്വപ്നം ആണെന്ന് തന്നെ പറഞ്ഞ പണ്ഡിതന്മാർ നമ്മൾ സാധാരണ സ്വപ്നം കാണുന്ന പോലെ നമ്മൾ കണക്കാക്കരുത്. അത് പ്രത്യേകമായ ആത്മീയമായ അനുഭവം ആണ്. അതെങ്ങനെയാണ് എന്നുള്ളത് അല്ലാഹു ആലം. മനസ്സിലായില്ലേ? ഇനി അത് ശരീരത്തോട് കൂടിയാണ് എന്നതാണല്ലോ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോൾ ചിലർക്ക് സംശയം തോന്നും. എങ്ങനെ സ്വർഗം നരക ശിക്ഷയൊക്കെ എപ്പോഴാ? ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ടല്ലേ? പിന്നെ ഈ ശിക്ഷ എങ്ങനെ കണ്ടു എന്നൊക്കെ. അപ്പൊ അത് ആത്മാക്കൾക്ക് നൽകപ്പെട്ട ശിക്ഷയാണ്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ അതിനെന്തെങ്കിലും മാർഗം വെച്ചിരിക്കെ ഒക്കെ ആയിരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ സ്വർഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ ഭൂമിയിൽ അതിന് പോയപ്പോൾ മാത്രമല്ല, ഈ ഭൂമിയിൽ നിസ്കരിക്കുന്ന സമയത്തൊക്കെ കണ്ടതായിട്ട് നമുക്ക് സഹിഹായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇനി ഹദീസ് നമ്പർ 14 സുനൻ അബീ ദാവൂദ് കിതാബുൽ അദബ് ബാബു ഫിൽ ഖൈബ ഖൈബത്ത് സംബന്ധിച്ച് പറയുന്ന ബാബ്. അതിൽ അൻ അബീ ബർസ അൽ അസ്ലമി ഖാല قال رسول الله صلى الله عليه وسلم يا معشر من آمن بلسانه ولم يدخل الإيمان قلبه لا تغتابوا المسلمين ولا تتبعوا عوراتهم فإنه من اتبع عوراتهم يتبع الله عورته ومن يتبع الله عورته يفضحه في بيته. رسول صلى الله عليه وسلم പറയാം, يا معشر من آمن بلسانه, يا معشر സമൂഹമേ, മൻ ആമന വിശ്വസിച്ച, ബിലിസാനിഹി അവന്റെ നാവ് കൊണ്ട് വിശ്വസിച്ച സമൂഹമേ, നാവ് കൊണ്ട് വിശ്വസിച്ച സമൂഹമേ എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ഒരാൾ പറയുന്നത് നാവ് കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. നാവ് കൊണ്ടല്ല വിശ്വാസം, കൽബ് കൊണ്ടാണ് എന്ന് മിക്കറിയാലോ. പറയുന്നുണ്ട് വലം യദ്ഖുലിൽ ഈമാൻ, ഈമാൻ പ്രവേശിച്ചിട്ടില്ല, ഖൽബഹു അവന്റെ ഹൃദയത്തിൽ വിശ്വാസം ആഴ്ന്നിറങ്ങിയിട്ടില്ലാത്ത, നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ച വിശ്വാസികളെ സമൂഹമേ. ഇത് ഹൃദയത്തിൽ വിശ്വാസം ആഴ്ന്നിറങ്ങിയിട്ടില്ലാത്ത, നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ച സമൂഹമേ എന്ന് പറഞ്ഞിട്ട് നബി വിളിച്ചു പറയാണ്. എന്ത് മുന്നറിയിപ്പ് നൽകുകയാണ്. ലാ തഗ്താബു അൽ മുസ്ലിമീന, നിങ്ങൾ മുസ്ലിങ്ങളെ പരദൂഷണം പറയരുത്. അപ്പൊ മറ്റുള്ളവരെ പറയാൻ പറ്റുമോ? പറ്റില്ല. ഇത് ഒരു മുസ്ലിം സമൂഹത്തോടാണ് പറയുന്നത്. അവർ തമ്മിലുണ്ടായിരിക്കേണ്ട ബാധ്യതകള്, കാര്യങ്ങള്, അവർ പരസ്പരം ഉണ്ടാവേണ്ട കടമകളും ബാധ്യതകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, ഒരു സമൂഹത്തെ പഠിപ്പിക്കാണ്. അപ്പോ പറയുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇതേ കാര്യങ്ങൾ അമുസ്ലിങ്ങളുമായി ബന്ധപ്പെടുമ്പോഴും ബാധകമാണ്. അമുസ്ലിങ്ങളെ പരദൂഷണം പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനി വലാ തത്തബിഉ ഔറാതിഹിം, നിങ്ങൾ നിങ്ങളുടെ അവരുടെ ഔറാത്ത് പിന്തുടരുത്. ഔറത്തും ജമ്മ് ഔറാത്ത്, നഗ്നത എന്നാണ് നേരർത്ഥം. എന്താണ് ഇവിടെ? ന്യൂനത അല്ലെങ്കിൽ ഫാൾട്ട് കണ്ടുപിടിക്കുക. അതേപോലെ രഹസ്യം എന്നുള്ള അർത്ഥത്തിലും ഔറത്ത് പറയും. അവരുടെ രഹസ്യങ്ങൾ നിങ്ങൾ പിന്തുടരരുത്. അവരുടെ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കുക. മനസ്സിലായില്ലേ? മനുഷ്യന്മാരുടെ രഹസ്യങ്ങള് പിറകെ പോയിട്ട് ചുഴിഞ്ഞന്വേഷിക്കുക. അവൻ വല്ലതും ചെയ്യുന്നുണ്ടോ, അത് ചെയ്യുന്നുണ്ടോ, അവൻ വല്ല തെറ്റ് ചെയ്യുന്നുണ്ടോ, സ്വന്തം കാര്യത്തിൽ ശുഷ്കാന്തില്ല. മനസ്സിലായില്ലേ? മറ്റുള്ളവർ വല്ല തെറ്റും ചെയ്യണ്ടോന്ന് ഇങ്ങനെ ചുക്കി ചുഴിഞ്ഞ് അന്വേഷിച്ച് നടക്കുക. മനസ്സിലായില്ലേ? അതാണ് വലാ തത്തബിഉ ഔറാതിഹിം, നിങ്ങൾ അവരുടെ രഹസ്യങ്ങളെ പിന്തുടരരുത്. ഫഇന്നഹു മനിത്തബഅ ഔറാതിഹിം, ഫഇന്നഹു നിശ്ചയം കാര്യം, മനിത്തബഅ ഔറാതിഹിം, ആരൊരുത്തൻ മുസ്ലിങ്ങളുടെ രഹസ്യങ്ങളെ പിന്തുടർന്നുവോ, മനുഷ്യരുടെ രഹസ്യങ്ങളെ പിന്തുടർന്നുവോ, യത്തബിഇല്ലാഹു ഔറതഹു, അല്ലാഹു അവന്റെ രഹസ്യം പിന്തുടരും. ആരാണോ ഈ മറ്റൊരാളുടെ രഹസ്യങ്ങൾ പിന്തുടർന്ന് ചുഴിഞ്ഞന്വേഷിക്കുന്നത് എങ്കിൽ ആ ആളുടെ രഹസ്യം അള്ളാഹു പിന്തുടരും. അള്ളാഹുവിന് പിന്തുടരേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാത്തതിന് അറിയാം. അത് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്ക് മുമ്പിൽ അള്ളാഹു വെളിവാക്കി കൊടുക്കും എന്നാണ് പറയുന്നത്. വമയ്യത്തബിഇല്ലാഹു ഔറതഹു, ആര് തന്റെ രഹസ്യത്തെ അള്ളാഹു പിന്തുടർന്നുവോ, യഫ്ളഹു, അവനെ അള്ളാഹു ഫളീഹത്തിലാക്കും. ഫളീഹത്ത് ഇൻസൾട്ട് ചെയ്യും, അപമാനിതനാക്കും, ഡിസ്ഗ്രേസ്. ശരിയല്ലേ? ഹി വിൽ ബി ഡിസ്ഗ്രേസ്ഡ് ബൈ അല്ലാഹ് ഫി ബൈതിഹി, അവന്റെ വീട്ടിൽ വെച്ച്. അവൻ സ്വന്തം വീട്ടിൽ തന്നെ അപമാനിതൻ ആവും. അപ്പൊ മറ്റുള്ളവരെ അവരുടെ രഹസ്യങ്ങളെ പിന്തുടർന്നാൽ, അവരുടെ രഹസ്യങ്ങളെ കുറ്റങ്ങളും കുറവുകളും ചുഴിഞ്ഞന്വേഷിച്ചാൽ, അള്ളാഹു ഈ ചുഴിഞ്ഞന്വേഷിക്കുന്ന ആളുടെ രഹസ്യങ്ങളെ പിന്തുടരുകയും
അങ്ങനെ അള്ളാഹു അവന്റെ രഹസ്യങ്ങളെ പിന്തുടരുകയാണെങ്കിൽ അങ്ങനെ അള്ളാഹു എന്ത് ചെയ്യും? അവൻ എന്താവും? അവൻ സ്വന്തം വീട്ടിൽ തന്നെ അപമാനിതൻ ആകുന്ന, ഫളീഹത്തിലാകുന്ന, ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയാണ്. ഹദീസ് നമ്പർ 15 കിതാബുൽ അദബ് സുന്നൻ അബീ ദാവൂദിലുള്ള ഹദീസാണ്. കിതാബുൽ അദബ് ബാബു മൻ റദ്ദ അൻ മുസ്ലിമിൻ ഗൈബതൻ. ഇനി ഒരാൾ തിരിച്ച് ഇതുവരെ പറഞ്ഞതാണ് ഒരാള് മറ്റൊരാളെ പറ്റി ഗൈബത്ത് പറയാൻ പറ്റി. ഇനി ഗൈബത്ത് പറയപ്പെട്ടൊരു മുസ്ലിം ഒരാളെ പറ്റി നിന്നെ പറ്റി ഒരാൾ ഗൈബത്ത് പറഞ്ഞിരിക്കാം സപ്പോസ്. അപ്പം മുബി എന്ത് ചെയ്യാ? ആ ഗൈബത്തിനെ റദ്ദ് ചെയ്യുന്നു. എന്ത് ചെയ്യും? റദ്ദ് ചെയ്യാം. നിന്നെ ഡിഫെൻഡ് ചെയ്യുന്നു. ശരി, നിനക്ക് പ്രൊട്ടക്ഷൻ തരുന്നു. മറ്റേ ആള് നിന്നെ പറ്റി പറഞ്ഞ ശരിയല്ല എന്ന് തെളിയിക്കുന്നു. ശരി, അതാണ് റദ്ദ അൻ മുസ്ലിമിൻ ഗൈബത്തൻ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പറയപ്പെട്ട ഗൈബത്തിനെ റദ്ദ് ചെയ്യൽ, റദ്ദ് ചെയ്യുന്നവൻ അവനുള്ള പ്രതിഫലമാണ്. അൻ സഹൽ ബിൻ മുആദ് ബിൻ അനസ് അൽ ജുഹനി അൻ അബീഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസുൽ ജുഹനി അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അതില് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കാണാം മുആദ് ഇബ്നു അനസ്. അനസുൽ ജുഹനി എന്നവർ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണ്. അപ്പോ മുആദ് എന്നായിരിക്കും പിതാവിന്റെ പേര്. മനസ്സിലാക്കണം. ശരി. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയുവാണെങ്കിൽ അനസുൽ ജുഹനി റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് തന്നെയാണ് ഹദീസിൽ അതിനുള്ളത്. വഅൻ മുആദ് ഇബ്നു അനസ് അല്ലേ അൽ ജുഹനി, അങ്ങനെയും പറയാം. മുആദ് ഇബ്നു അനസ് അൽ ജുഹനി എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നു. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹമാ മുഅ്മിനൻ മിൻ മുനാഫിഖിൻ ഉറാഹു ഖാല ബഅസ അല്ലാഹു മലകൻ യഹ്മി ലഹ്മഹു യൗമൽ ഖിയാമത്തി മിൻ നാരി ജഹന്നമ വമൻ റമാ മുസ്ലിമൻ ബിശൈഇൻ യുരീദു ശൈനഹു ബിഹി ഹബസഹു അല്ലാഹു അലാ ജിസ്രി ജഹന്നമ ഹത്താ യഖ്റുജ മിമ്മാ ഖാൽ. എന്താണ് റസൂലുള്ളാഹി പറയുന്നത്? മൻ ഹമാ മുഅ്മിനൻ, ആരൊരുത്തൻ ഒരു മുസ്ലിമിന് ഹിമായത്ത് നൽകിയോ, സംരക്ഷണം. എന്താണ് ഹമ? ഹമ സംരക്ഷണം, പ്രൊട്ടക്റ്റഡ്, ഗേവ് പ്രൊട്ടക്ഷൻ. ഹിമായത്ത് സംരക്ഷണം, ഹിമായത്ത്. മിൻ മുനാഫിഖിൻ, ആരിൽ നിന്ന്? ഒരു കപട വിശ്വാസിയിൽ നിന്ന്, ഒരു കപട വിശ്വാസിയിൽ നിന്ന്. ഇവിടെ കപട വിശ്വാസിയിൽ നിന്ന് സംരക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ ഇവിടെ യഥാർത്ഥത്തിൽ അയാൾ കപട വിശ്വാസി ആവണമെന്നൊന്നുമില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ച് തന്നെ ഗൈബത്തൊക്കെ പറഞ്ഞു വരുത്തുന്നു. അപ്പൊ ഈ പറഞ്ഞു വരുത്തുന്ന ആളെ യഥാർത്ഥത്തിൽ എന്താണ്? മുനാഫിഖാണ്. മനസ്സിലായില്ലേ? ആളുകളുടെ കണക്കിനാണ് മുസ്ലിമാ, പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് അയാള് മുനാഫിഖാണ്. അത് മുനാഫിഖിന്റെ പണിയാണ് അയാൾ എടുക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ്. ഇനി മൻ ഹമാ മുഅ്മിനൻ മിൻ മുനാഫിഖിൻ, ഒരു സത്യവിശ്വാസിയെ ഒരു കപട വിശ്വാസിയിൽ നിന്ന് ആരൊരുത്തൻ സംരക്ഷിച്ചുവോ ഉറാഹ്, അവന് കാണിക്കപ്പെടുന്നു. ഖാല, എന്നിട്ട് പറയാണ്, ബഅസല്ലാഹു മലകൻ, ഒരു മലക്കിനെ അള്ളാഹു അയക്കും, യഹ്മി ലഹ്മഹു, അവന്റെ ലഹ്മിനെ, ഇറച്ചിയെ, മാംസത്തെ സംരക്ഷിക്കാൻ. ആരുടെ? ഈ സംരക്ഷിക്കുന്ന മുസ്ലിം. ഏതൊരുത്തനെയാണോ ഒരാൾ സംരക്ഷിക്കുന്നത് അയാളല്ല, അയാൾക്ക് അയാളുടെ കർമ്മനുസരിച്ചുള്ള പ്രതിഫലം ഉണ്ടാവും അല്ലേ? അപ്പൊ മറ്റൊരു മുസ്ലിമിനെ സംരക്ഷിക്കുന്ന മുസ്ലിം, മറ്റൊരു മുനാഫിക്കിൽ നിന്ന് ഈ മുസ്ലിം മുഅ്മിനെ സംരക്ഷിക്കുന്ന മുസ്ലിം, അയാൾക്ക് അയാളുടെ ലഹ്മ്, അയാളുടെ ഇറച്ചി, മാംസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കും. എന്ന് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, മിൻ നാരി ജഹന്നം, ജഹന്നം എന്ന നരകത്തിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് അയാളുടെ ഇറച്ചിയെ സംരക്ഷിക്കാറ്, നരകശിക്ഷയിൽ നിന്ന് അയാളെ സംരക്ഷിക്കാൻ നടത്താം. ശരി, അയാളെ സംരക്ഷിക്കുന്നതിനായി അള്ളാഹു ഒരു മലക്കിനെ നിയോഗിക്കും. വമൻ റമാ മുസ്ലിമൻ, ഇനി ഒരാൾ ഒരു മുസ്ലിമിനെ എറിഞ്ഞു, ബിശൈഇൻ, ഒന്നുകൊണ്ട്, എന്തെങ്കിലും ഒരു സാധനം കൊണ്ട്, യുരീദു ശൈനഹു ബിഹി, അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അയാൾ അപമാനിതനാവുക എന്നതാണ്. എറിഞ്ഞ ആരോപണം, റമാ എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചു നിർത്തുന്നുണ്ട്. എറിഞ്ഞു എന്നാ നേരം റമ്യു. അപ്പോ ഒരു ആരോപണം പറഞ്ഞ സാധനം എറിയുന്ന പോലെയല്ലേ അല്ലേ? അപ്പോ ഒരു മുസ്ലിമിനെ എതിരിൽ ഒരു കാര്യം കൊണ്ട് ആരോപണം ഉന്നയിച്ചു,
അയാളുടെ ഉദ്ദേശം എന്താണ്? അയാളെ അപമാനിതനാക്കുക എന്നതാണ് ലക്ഷ്യം. എങ്കിൽ ചിലപ്പോൾ ഉള്ള കാര്യമാണെങ്കിൽ പോലും ഇയാളെ അപമാനിതനാക്കലാണ് ഇയാളുടെ ഉദ്ദേശമെങ്കിൽ ആ മറ്റേ വ്യക്തിയിൽ ഉള്ള ഒരു കുറ്റം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ. എങ്കിലും മറ്റേ ആൾ നന്നാവാന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ അത് പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് ഉള്ള സാമൂഹ്യ നന്മയെ ഒന്നും മുൻനിർത്തിയിട്ടല്ല. ഈ വ്യക്തിയെ അപമാനിക്കണം, ആൾക്കാരടിയിട്ടൊന്ന് കൊളാക്കണം. ശരി, അതാണ് ഇയാളുടെ ലക്ഷ്യം. എങ്കിൽ അള്ളാഹു അവനെ അറസ്റ്റ് ചെയ്യും, പിടിച്ചു വെക്കും. അലാ ജിസ്രി ജഹന്നമ, ജഹന്നമത്തിന്റെ ജഹന്നമിന്റെ പാലത്തിന്മേൽ പിടിച്ചു വെക്കും. ജഹന്നമിന്റെ പാലത്തിന്മേൽ ഹത്താ യഖ്റുജ മിമ്മാ ഖാല, അവൻ പറഞ്ഞതിൽ നിന്ന് അവൻ പുറപ്പെടുന്നത് വരെ, എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അവൻ പിൻവലിക്കുന്നത് വരെ. അപ്പൊ ജഹന്നമിന്റെ മുകളിൽ ഒരു പാലുണ്ട്, അതാണ് സിറാത്ത്. അങ്ങനെ പാലല്ലാന്നും അത് ഈ സിറാത്തുൽ മുസ്തഖീം എന്നുള്ള അർത്ഥത്തിൽ ആണ് എന്നൊക്കെ ചിലർ പറയാം. അത് ശരിയല്ല. സിറാത്ത് എന്നൊരു പാലമുണ്ട്. അന്ന സുറാത്ത് ഹക്കും, സുറാത്ത് എന്നത് അത് ഹദീസിൽ സ്ഥിരപ്പെട്ട സംഗതിയാണ്. ഇവിടെ ജിസ്ർ ജഹന്നം എന്നാണ്, ജഹന്നമിന്റെ പാലത്തിന്. ശരി, ജിസ്റുന്നമ പാലം. ഈ പാലം എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പാലം എന്ന് നമ്മൾ ധരിക്കരുത്. അതൊക്കെ പരലോകത്താണ്, അതിന്റെ ഘടനയും കാര്യം നമുക്കറിയില്ല. ശരി, നമ്മൾ പാലുണ്ട് എന്ന് പറഞ്ഞാൽ പാലുണ്ട് വിശ്വസിച്ചാണ്. ശരി, ത്രാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ത്രാസ് ഉണ്ട് വിശ്വസിക്കാം. അത് നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസ് ഉണ്ട്, മീസാൻ എന്നാണ് അതിന്റെ പേര്. മീസാൻ എന്ന ത്രാസ് ഉണ്ട്. ഹൗദുൽ കൗസർ ഉണ്ട്, അതിലെ ക്വാപ്പുകള് എത്രയോ വലുതാണ്. ആ വെള്ളം പാലിനേക്കാൾ വെളുത്തതും തേനേക്കാൾ മധുരമുള്ളതുമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സഹിയായിട്ടുള്ള ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യം, അത് അങ്ങനെ വിശ്വസിച്ചാൽ മതി. പിന്നെ അത് എങ്ങനെയൊക്കെ ആവും ഇവിടുത്തെ പാലിനോട് നമ്മൾ താരതമ്യപ്പെടുത്തിയ കാര്യമൊന്നുമില്ല. കാരണം അതൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. പരലോകത്തുള്ള ഒരു സംഗതിയും ഇവിടുത്തെ പോലെ അല്ല. ശരിയല്ലേ? പരലോകം എന്ന് പറഞ്ഞാൽ മറ്റൊരു ലോകമാണ്. അതാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളോട് താരതമ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലെ പഴങ്ങള് മറ്റു കാര്യങ്ങളൊക്കെ ഈ ദുനിയാവിലെ പഴങ്ങളുമായി ഒരു സാദൃശ്യവും അതിനില്ല എന്നാണ് പറയുന്നത്. ഇബ്നു അബ്ബാസ് തഫ്സീറിൽ കാണാം. ശരി, ഇനി മറ്റൊരു ഹദീസ്. അപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ അൻ ജാബിർ ബിൻ അബ്ദുല്ലാ എന്നായിരിക്കും അല്ലെ? ഇവിടെ അദ്ദേഹത്തിന്റെ മുമ്പ് ഇസ്മായിൽ ബിൻ ബഷീർ അദ്ദേഹം പറയാണ്, സമിഅ്തു ജാബിർ ബിൻ അബ്ദുല്ലാ വ അബാ തൽഹത്ത് ബിൻ സഹിൽ അൽ അൻസാരി യഖൂലാനി. രണ്ടുപേര് പറയുന്നുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലായും അതേപോലെ ത്വൽഹത്ത് ബിൻ സഹിൽ അൽ അൻസാരിയും പറയുന്നതായിട്ട് ഇസ്മായിൽ ബിൻ ബഷീർ എന്നിവർ കേട്ടു. അപ്പൊ അൻ ജാബിർ ബിൻ അബ്ദുല്ലാ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ജാബിർ ബിൻ അബ്ദുല്ലാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാളെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറൊരാളും കൂടി റിപ്പോർട്ട് ചെയ്തു. അതാരാണ്? ത്വൽഹത്ത് ബിൻ സഹിൽ അൽ അൻസാരി. രണ്ടുണ്ടോ? وعن جابر بن عبد الله وابي طلحة بن سهل الانصاري رضي الله عنهما قال രണ്ടുപേരും പറഞ്ഞു. അതെ, കറക്റ്റ്. يقول قال رسول الله صلى الله عليه وسلم, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ما من امرئ يخذل امرأ مسلما في موضع تنتهك فيه حرمته وينتقص فيه من عرضه إلا خذله الله في موطن يحب فيه نصرته وما من امرئ ينصر مسلما في موضع ينتقص فيه من عرضه وينتهك فيه من حرمته إلا نصره الله في موطن يحب نصرته. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഇംറിഇൻ യഖുദുലു, ഒരാളില്ല എന്ത് യഖുദുലു ഇംറഅൻ മുസ്ലിമൻ, ഒരു മുസ്ലിമായ മനുഷ്യനെ കയ്യൊഴിയുന്ന, ഒരു മുസ്ലിമായ മനുഷ്യനെ കയ്യൊഴിയാണ്, ഒഴിവാക്കുക, ഡെസേർട്ട് ചെയ്യാൻ. ആര്? മറ്റൊരാൾ.
ഫി മൗദിൻ ഒരു സ്ഥാനത്ത്, എവിടെ? തുൻതഹഖു ഫീഹി ഹുർമതുഹു, അവന്റെ ആദരവ് വയലേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലം, അവന്റെ ആദരവ് പിച്ചു ചീന്തപ്പെടുന്ന ഒരു സ്ഥാനത്ത് അയാളെ ഒഴിവാക്കിപ്പോയി, അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ. അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു സ്ഥാനം, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇല്ലാ ഖദലഹു അല്ലാഹു ഫീ മൗത്തിൻ, അയാളെ അള്ളാഹു ഒരു സ്ഥാനത്ത് ഒഴിവാക്കാതിരിക്കുകയില്ല. ശരി, എങ്ങനത്തെ സ്ഥാനത്ത്? യുഹിബ്ബു ഫീഹി, അവൻ അവിടെ ഇഷ്ടപ്പെടുന്നു, നുസ്റതഹു, അവനെ സഹായിക്കണമെന്ന്. എന്താ മനസ്സിലായത്? ഒരു മുസ്ലിമിന് അവന് അഭിമാനക്ഷതമുണ്ടാകുന്ന ഒരു സാഹചര്യം, അതേപോലെ അവന്റെ ആദരവ് പിച്ചു ചീന്തപ്പെടുന്ന ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മറ്റൊരു മുസ്ലിം അയാളെ സഹായിച്ചില്ല, അയാളെ പ്രൊട്ടക്ട് ചെയ്തില്ല, അതിനാവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അവൻ എന്റെ വയ്ക്കോട്ടെ, എനിക്കല്ലല്ലോ, അത് അവനല്ലേ എന്ന് വിചാരിച്ചിട്ട് നിസ്സാരമായി തള്ളി. ശരിയല്ലേ? അവന് ആവശ്യമായ സഹായമൊന്നും ചെയ്തില്ല എങ്കിൽ ഇവനെ ഉപേക്ഷിച്ച് പോയ വ്യക്തിയില്ലേ, ഇവനെ എങ്ങനെയല്ലേ എന്തേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോയ വ്യക്തിയില്ലേ, ആ വ്യക്തി അള്ളാഹു എന്ത് ചെയ്യും? ആ വ്യക്തിക്ക് സഹായം ആവശ്യമായ ഒരു സ്ഥാനത്ത് അള്ളാഹു അവനെ കൈയൊഴിയും. ശരിയല്ലേ? അയാൾക്ക് സഹായം വേണ്ടിയല്ല പിന്നെ എപ്പോഴെങ്കിലും എടുക്കാൻ. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? അയാളെ കൈയൊഴിയും. അയാളെ സഹായക്കാരുണ്ടാകാൻ അർത്ഥം അതാണ്. ഇനി നേരെ തിരിച്ച് വമാമിൻ ഇംരിയും, അപ്പൊ ഇവിടെ ഇല്ലാ ഖദലഹു അല്ലാഹു അസ്സ വജൽ, അതുവരെ ഉള്ളൂ നിങ്ങളുടെ പുസ്തകത്തിൽ അല്ലേ, ടെക്സ്റ്റിൽ. അത് വിട്ടുപോയതാണ്, അതിന് ശേഷമുള്ള ഭാഗം അതിൽ വിട്ടുപോയതാണ്. അത് വേറെ ഒരു ഗൈഡ് ഉണ്ടല്ലോ, അതിനകത്ത് ഫുള്ളുണ്ട്, ഈ ലിങ്കിലും ഉണ്ട് കേട്ടോ. ഇനി അടുത്ത പോർഷൻ കൂടി വരണം. അടുത്ത പോർഷൻ എന്താ? വായിക്കേ. വമാമിൻ ഇംറിഇൻ യൻസുറു മുസ്ലിം, ഇനി ഒരു മുസ്ലിമും ഒരു മനുഷ്യനുമില്ല, യൻസുറു മുസ്ലിമൻ, ഒരു മുസ്ലിമിനെ സഹായിക്കുന്നവൻ, ഫീ മൗദിൻ, ഒരു സ്ഥാനത്ത്, ഫീ മൗത്തിൻ എന്നുള്ള പോലെ തന്നെ ഒരു സ്ഥാനത്ത്, യുന്തഖസു ഫീഹി മിൻ ഔളിഹി, അവന്റെ അഭിമാനത്തിന് അവിടെ ക്ഷതമേൽക്കുന്നു, വയുന്തഹഖു ഫീഹി മിൻ ഹുർമതിഹി, അവന്റെ ആദരവിന് ഭംഗം വരുന്നു, ഭംഗം സംഭവിക്കുന്നു. ഇല്ല, അപ്പൊ അങ്ങനെയുള്ള സ്ഥാനത്ത് അവൻ എന്ത് ചെയ്യുന്നു? അയാളെ സഹായിക്കുന്നു, അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒരു മുസ്ലിമിന് അഭിമാനക്ഷതം അല്ലെങ്കിൽ അയാളുടെ ആദരവ് പിച്ചു ചിന്തപ്പെടുന്ന ഒരു സാഹചര്യം, അവിടെ മറ്റൊരാൾ അയാളെ, അതൊരു മുസ്ലിം ആവാം അല്ലെ, അല്ലാത്തവരാണെങ്കിൽ പോലും ഇത് ബാധകം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോ അയാളെ സംരക്ഷിക്കാൻ, അയാളുടെ ആദരവ്, അയാളുടെ മാനം സംരക്ഷിക്കാൻ, മാനം കാക്കാൻ ഒരാൾ തയ്യാറാകുന്നു, സഹായിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ എന്താണ്? ഇല്ലാ നസറഹുല്ലാഹു, അള്ളാഹു അവനെ സഹായിച്ചിട്ടല്ലാതെ ഇല്ല. ഫി മൗത്തിൻ യുഹിബ്ബു നുസ്റതഹു, അവൻ സഹായം ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, ഇയാൾക്ക് ഒരു സഹായം ആവശ്യമുള്ള സന്ദർഭത്തിൽ അള്ളാഹു അയാൾ സഹായിക്കാതിരിക്കുകയില്ല എന്നർത്ഥം. മനസ്സിലായ? ആശയം മനസ്സിലായില്ലേ? ഇനി അടുത്തത് മറ്റൊരു ഹദീസ്, കിതാബുൽ ബിർരി വസ്വലത്തി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബാബു മാ ജാഅ ഫീ തഅദീമിൽ മുഅ്മിൻ, മുഅ്മിനെ ആദരിക്കാൻ സംബന്ധിച്ച് പറയുന്ന, അത് സംബന്ധിച്ച് വന്ന കാര്യങ്ങൾ. അതില് ഒരു വലിയ ഹദീസാണ്, അതിന്റെ ഒരു ഭാഗം അവസാന ഭാഗമാണ്. ഇതിന്റെ ആദ്യ ഭാഗം നമ്മൾ സഹീഹ് മുസ്ലിമിലുള്ള പ്രകാരം ഞങ്ങളുടെ നേരത്തെ പറഞ്ഞു. അൻ നാഫിഉ നളറ ഇബ്നു ഉമർ യൗമൻ ഇലൽ ബൈത്തി ഔ ഇലൽ കഅബത്തി ഫഖാൽ മാ അഅളമകി ഫഅഅളമ ഹുർമതകി വൽമുഅ്മിനു അഅളമു ഹുർമതൻ ഇൻദല്ലാഹി മിൻകി. എന്താണ്? ഒരു നാഫിഉ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതായത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം കണ്ട ഒരു കാര്യം പറയാം. നളറ ഇബ്നു ഉമർ, ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോക്കി. എവിടേക്ക്? യൗമൻ, ഒരു ദിവസം, ഇലൽ ബൈത്തി, അൽ ബൈത്തിലേക്ക്, അൽ ബൈത്താണ് അൽ കഅബ, ഔ ഇലൽ കഅബത്തി, അല്ലെങ്കിൽ കഅബയിലേക്ക്, അൽ ബൈത്ത് അൽ കഅബ രണ്ടൊന്ന്, ശരി, ബൈത്തുല്ലാഹ്. ഫഖാല, എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഅളമകി, നീ എത്ര, മാ അഅളമകി തഅളീമ, എത്ര ആദരവുള്ളവളാണ് കഅബ,
നിന്റെ ആദരവ് എത്ര മഹത്തരമാണ്, എത്ര പുണ്യകരമാണ് എന്ന്. അല്ലെങ്കിൽ നിന്റെ പുണ്യത്തെക്കാൾ, നിന്റെ ആദരവിനേക്കാൾ പുണ്യമുള്ള ആരുണ്ട്, എന്തുണ്ട് എന്നുള്ള ആശയത്തിലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫഖാൽ വൽ മുഅ്മിനു എന്നാൽ സത്യവിശ്വാസി ഉണ്ടല്ലോ, അഅ്ളമു ഹുർമതൻ ഇൻദല്ലാഹി മിൻകി, നിന്നേക്കാൾ അല്ലാഹുവിന്റെ അടുത്ത് ആദരവർഹിക്കുന്നവനാണ് സത്യവിശ്വാസി. കഅബയേക്കാൾ ആദരവർഹിക്കുന്നവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ സത്യവിശ്വാസി, ആദരിക്കപ്പെടുന്നവനാണ് സത്യവിശ്വാസി എന്ന് പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.